السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ, തഖ്വ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ധന്യമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പുണ്യമേറിയ ദിവസങ്ങളാണ് നമ്മിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജിന്റെ ഏറ്റവും പവിത്രമായ ദിനങ്ങൾ. നമുക്കറിയാം, ആകാശ ഭൂമി പടച്ചത് ആ സമയം തന്നെ മാസങ്ങളെ 12 എണ്ണമാക്കി എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 എണ്ണം പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങളെ എണ്ണിയത് ഒന്ന് ദുൽഖഅദയും പിന്നെ ദുൽഹിജ്ജയും അടുത്ത മുഹറം മാസവും പിന്നെ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാനിന്റെ മുമ്പുള്ള റജബ് മാസവും 7ാമത്തെ മാസം. ഈ 4 മാസങ്ങളാണ് പവിത്രമായ മാസങ്ങളായിട്ട് എണ്ണിയിട്ടുള്ളത്. ഫലാ തുദാലിമു ഫീഹിന്ന. അനീതികൾ, അക്രമങ്ങൾ, യുദ്ധം പോലും ചെയ്യാൻ പാടില്ലാത്ത, തെറ്റുകളിലേക്ക് ഒരാൾ എത്താൻ പാടില്ലാത്ത അത്രയും പവിത്രമായ 4 മാസങ്ങൾ. ഇതുപോലെ വേറെയും സമയങ്ങൾക്കും മാസത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിലല്ലെങ്കിലും റമദാനിന്റെ പ്രത്യേകത ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമദാനാണ്. അതിൽ തന്നെ അതിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾക്ക്, 10 രാത്രികൾക്ക്, ഒറ്റയിട്ട രാവുകൾക്ക് പ്രത്യേകതയുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ് എന്നറിയാം. ആ റമദാനിന്റെ പ്രത്യേകതയുള്ളതുപോലെ, അതിൻ്റെ അവസാനത്തെ 10-ലുള്ളതുപോലെ, അതിൻ്റെ ഒറ്റയിട്ട രാവുകൾക്കുള്ളതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക്, വെള്ളിയാഴ്ചക്ക് അല്ലാഹു തആല ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. ശ്രേഷ്ഠമായ ഒരു ദിനം തന്നെയാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിലെ തന്നെ
ഒരു പ്രത്യേക സമയം അള്ളാഹുവോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. ഇമാം മിമ്പറിൽ കയറി പിന്നെ രണ്ട് ഖുതുബകൾക്കിടയിൽ എന്ന അഭിപ്രായം അതല്ല. അതിനേക്കാൾ ഭൂരിപക്ഷം പറഞ്ഞതുപോലെ അസ്ർ മുതൽ മഗ്രിബ് വരെയാണ് എന്ന രീതിയിൽ, ആ സമയം മഗ്രിബ് വരെ നിലനിൽക്കുന്നു എന്ന രീതി അഭിപ്രായപ്പെടുന്ന അപ്പൊ അത്തരം സമയങ്ങളും. അതോടൊപ്പം തന്നെ സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. 3 പള്ളികളിലേക്കല്ലാതെ വാഹനം സജ്ജമാക്കി പോകരുത്. 1 മക്കയാണ്, 1 മദീനയാണ്, 3 ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ആ ഹറമുകൾക്ക് തന്നെ പ്രത്യേകത പറയുന്നു. ഇങ്ങനെ സ്ഥലങ്ങൾക്കുണ്ട്, ചില സമയങ്ങൾക്കുണ്ട്. അതേപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം മഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹ, പള്ളിയാണ് ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ് അസ്വാഖുഹ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ള സ്ഥലം മാർക്കറ്റാണ്. നമ്മൾ കൂടുതൽ പള്ളിയിലല്ല, മാർക്കറ്റിലാണ്. പള്ളിയിൽ ജമാഅത്തിന് 10 മിനിറ്റ് മുമ്പ് നമ്മൾക്ക് പോകുന്നത് ഒരു അലർജിയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ നമ്മൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റിലോ എന്തോ ഒരു കാര്യത്തിനാ പോയത്, 10 മിനിറ്റ് ആ കാര്യത്തിന് വേണ്ടു. മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ മാർക്കറ്റിൽ തെറ്റുകൾ കാണാനും കേൾക്കാനും, പുതിയ തെറ്റുകൾ തുടങ്ങാനും കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് പറയാണ്, സമയങ്ങളെ കുറിച്ച് പറയാണ്. അങ്ങനെ മാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്ന് ഹജ്ജിന്റെ മാസമായി എണ്ണിയ ദുൽഖഅദ മാസം, അത് കഴിഞ്ഞ് ദുൽഹജ്ജ് മാസം. ആ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിലെ ഒരു ആയത്ത്, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തായത് വലയാലിൻ അശ്ർ, 10 രാവ്, ആ 10 ദിവസങ്ങൾ, അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് യഅനി അൽ അയ്യാമുൽ അശ്ർ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചത് കാണാം. പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്, റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ അതേപോലെ ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളാണോ ശ്രേഷ്ഠമായത് എന്നുള്ളത്. അതിന് അവർ ഉത്തരം നൽകിയത് റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്ക് പ്രത്യേകതകൾ ഉള്ളതുപോലെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്ക്, പകലുകൾക്ക് ആ നിലക്കുള്ള പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിലെ ഈ ആദ്യ 10 ദിനങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയാൻ കാരണം പണ്ഡിത ലോകം അത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഉമ്മഹാത്തുൽ ഇബാദത്ത്, എല്ലാ ഇബാദത്തുകളും ഇസ്ലാമിൽ ഒരുമിച്ച് കൂടുന്നത് ഈ 10 ദിനങ്ങളിൽ മാത്രമാണ്. നമ്മൾ ഇസ്ലാം കാര്യത്തിലെ 5 സ്തംഭങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ 5 കാര്യങ്ങളും എല്ലാ ഇബാദത്തും ഒരുമിക്കുന്നത് ഈ 10 ദിനങ്ങളിൽ മാത്രമാണ്. ഈ 10 ദിവസം കഴിഞ്ഞാൽ ഒരാൾക്കും വേറെ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് ഇതിൽ വരുന്നു. നിസ്കാരം ഈ 10 ദിനങ്ങളിലുണ്ട്. സക്കാത്തിന്റെ പരിധി എത്തുമ്പോൾ സക്കാത്ത് കൊടുത്തിരിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ ഹജ്ജും ഈ 10 ദിനങ്ങളിൽ തന്നെ. ദുൽഹജ്ജ് 8-നാണല്ലോ ഹജ്ജ് തുടങ്ങുന്നത്. 8ഉം 9ഉം 10ഉം 11ഉം 12ഉം 13ഉം ഈ 6 ദിവസങ്ങളിലായിക്കൊണ്ട് ഹജ്ജ് നടക്കുന്നത്. എല്ലാ ഇബാദത്തും ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിലുണ്ട്. അത്രയും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നത്, ഈ മഹത്വം അറിയാത്തവർക്ക് പണ്ഡിതന്മാരത് എത്തിച്ചു കൊടുക്കൽ അവരുടെ ബാധ്യതയാണ്. അത് കേട്ട് അത് ഉപയോഗിക്കൽ സാധാരണക്കാരന്റെയും ബാധ്യതയാണ്. മറ്റു മണിക്കൂറുകൾ പോലെ, മറ്റു ദിവസങ്ങളെ പോലെ, മറ്റു സമയങ്ങളെ പോലെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ സഹോദരങ്ങളെ നാം നഷ്ടപ്പെടുത്തിയാൽ അള്ളാന്റെ അടുക്കൽ കൂടുതൽ നാം സമാധാനം പറയേണ്ടി വരും എന്ന ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. ഈ ദിവസത്തെ കുറിച്ച് ഹദീസുകളിലൊക്കെ വന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻഹു ഫീ അയ്യാമി ഹാദിഹിൽ അശ്ർ, ഫീ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഒരാൾ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വേറെ ഒരു ദിവസം ചെയ്യുന്ന ഇബാദത്തിനോടും അള്ളാഹ്ക്ക് ഇത്ര ഇഷ്ടമില്ല. നമ്മൾ ഏത് സമയത്ത്
നന്മകൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ അല്ലേ, ആ ആദ്യ 10 ദിനങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ഇപ്പൊ ചോദിക്കുന്നു റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദിന് പുറപ്പെട്ടു, അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഈ സമയത്തെ ഇബാദത്തിനാണോ? അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, അതെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുൽ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജി മിൻ ദാലിക ബിശൈ. ജിഹാദിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് തന്നെയാണ്. എന്നാൽ ഒരു മുജാഹിദ് ഒഴികെ അയാളുടെ സ്വന്തം വാഹനം, സ്വന്തം പണം എല്ലാം സ്വന്തമായിട്ട് കൊണ്ടുപോയി ഒരു ജിഹാദിന് വേണ്ടി പോയി, അയാൾ തിരിച്ചു വന്നില്ല, ഷഹീദായി, എല്ലാം അയാളുടെ വകയാണ്. പൊതുസ്വത്തിൽ നിന്നല്ല, ഇസ്ലാമിക ഫണ്ടിൽ നിന്നല്ല, അയാൾ സ്വന്തം വഹിച്ചിട്ട് പോയി, യുദ്ധം ചെയ്തു, അയാൾ ഷഹീദായി, അയാൾക്ക് ഈ സമയത്ത് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം പുണ്യമുണ്ട് എന്നതല്ലാതെ സാധാരണ നിലക്ക് ജിഹാദിനേക്കാളും ഈ സമയത്ത് നന്മകൾക്കാണ് പുണ്യം എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അഫ്ദൽ അയ്യാമിദ്ദുൽ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വേറെ എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടത്? ഈ ദുനിയാവിൽ എണ്ണുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുന്നത് ദുൽഹജ്ജ് 3 അല്ലേ? അടുത്ത വെള്ളിയാഴ്ച ദുൽഹജ്ജ് 10 പെരുന്നാളാണ്. ബുധനാഴ്ച തുടങ്ങിക്കഴിഞ്ഞു, 3 ദിവസം കഴിയാനായി. എന്താ നമ്മൾ ദുൽഖഅദയിൽ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് ദുൽഹജ്ജ് മാസത്തിന്റെ ഈ ആദ്യ ദിവസങ്ങൾ നമ്മൾ ചെയ്തത് അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? നമ്മളതാ വേണ്ടത്. നന്മകൾ എപ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടം. പക്ഷെ ഈ സമയത്ത് അള്ളാഹ്ക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനെന്തിനാ മടി കാണിക്കുന്നത്? സുന്നത്തുകൾ അധികരിപ്പിക്കുന്നു, ദാനങ്ങൾ അധികരിപ്പിക്കുന്നു, നന്മകൾ അധികരിപ്പിക്കുന്നു, നോമ്പെടുക്കുന്നു, ഏത് നന്മയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാ പറഞ്ഞത്, അല്ലാഹുവിന് ഇത്രത്തോളം ഇഷ്ടമുള്ള വേറൊരു ദിവസവുമില്ല. മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വല അഅ്ളമു അജ്റൻ മിൻ ഖൈർ. അല്ലാഹുവിന്റെ അടുക്കൽ ഇത്രത്തോളം പരിശുദ്ധിയുണ്ട്, ഇത്രത്തോളം പടച്ചോൻ കൂലി നൽകുന്ന വേറൊരു ദിവസവുമില്ല ഈ ദിവസങ്ങളെക്കാൾ. ഫി അശ്റിൽ അദ്ഹ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നും കൂടി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീലി മിനത് തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദ്. ഈ 10 ദിനങ്ങളിൽ പ്രത്യേകം അവിടുന്ന് പറഞ്ഞു, ഫഅക്തിറു, നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണേ, അത്തക്ബീർ, അല്ലാഹു അക്ബറുകൾ. തക്ബീർ പെരുന്നാളിന് മാത്രമല്ല ചെല്ലാനുള്ളത്, വാഹനത്തിലും ഡ്രൈവിങ്ങിലും അടുക്കളയിലെ ജോലിയിലും ജോലി സ്ഥലത്ത് ഫ്രീ കിട്ടുന്ന സമയങ്ങളിലും ഓഫീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാ സമയത്തും തക്ബീറുകൾ നിങ്ങൾ അധികരിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യാനുള്ള ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ദിക്റുകളും ദുആകളും നന്നായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. ഇത് പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റുള്ളതുപോലെ അള്ളാഹുവിന്റെ ചില ചിഹ്നങ്ങളുണ്ട്. അത് മാസങ്ങളായി വരും, ദിവസങ്ങളായി വരും, സമയങ്ങളായി വരും, ചില സ്ഥലങ്ങളാണ്, ചില വ്യക്തികളാണ്. ഇതൊക്കെ അള്ളാഹിന്റെ ചില ചിഹ്നങ്ങളാണ്, നാം ആദരിക്കേണ്ടതാ. ആ ആദരിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ തഖ്വയുടെ ഒരു അടയാളമായിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കണം. നമ്മൾ നല്ലവരാണ്, അറിയാത്തത് കൊണ്ടാണ് പഴയതുപോലെ തന്നെ ഇതിനെ ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസങ്ങളെ പോലെ അല്ലട്ടോ. പെരുന്നാൾ വരെ നമ്മളെല്ലാവരും ഒന്ന് ഡ്രസ്സ് എടുക്കാനും, അത് വേറെ വെക്കേഷൻ പോകുന്ന ആളുകൾ പെരുന്നാളിന്റെ ഒഴിവ് നോക്കാനും ട്രിപ്പ് പോകാനും, ഇതൊക്കെ നമ്മുടെ ചർച്ചകളിൽ ഉണ്ടാകുക. സ്വകാര്യമായി ആരെ അറിയിക്കാനോ ആരെ കേൾപ്പിക്കാനോ ആർക്കും വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക, എത്രയോ ആളുകൾ നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇന്നവർ കിടപ്പിലാണ്, പറ്റണില്ല. നാളെ നമ്മളാകോ നമുക്കത് അറിയയില്ല. പടച്ചോൻ തന്ന സമയങ്ങൾ
അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം നിസ്കാരം പണ്ഡിതന്മാർ എടുത്തു പറയുന്നു, ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, റസൂലേ, ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഒന്ന് അങ്ങയോടൊപ്പം കഴിയാൻ. ചോദിക്കുന്നതിന് റബീഅ ഇതല്ലാത്ത വേറൊന്നും റബീഅക്ക് ചോദിക്കാനില്ലേ? ഇല്ല, എനിക്ക് ഇഷ്ടം റസൂലെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കയറണം. എങ്കിൽ റബീഅ അഇന്നി അലാ നഫ്സിക് ബികത്റത്തി സുജൂദ്, ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ച് നീ എന്നെ ഒന്ന് സഹായിക്ക്. നിന്റെ ഓരോ സുജൂദും നിന്റെ ദറജകൾ ഉയർത്തപ്പെടും. നിന്റെ ഓരോ സുജൂദും നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിന്റെ ഓരോ സുന്നത്ത് നമസ്കാരങ്ങളും നിന്റെ ഫർളിൽ വന്ന പോരായ്മകൾ, അതിന്റെ ശേഷം വരുന്ന റവാത്തിബുകൾ, അതിന്റെ മുന്നിലും പിന്നിലും വരുന്ന റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, അതിൽ നിന്നെടുത്ത് പരിഹരിക്കപ്പെടും. അല്ലാത്ത സുന്നത്തുകൾ നിന്റെ ദറജകൾ കൂടിക്കൊണ്ടിരിക്കും. ചെയ്തു പോയ പാപങ്ങൾ അതേപോലെ തന്നെ പൊറുത്തുകൊണ്ടിരിക്കും. എന്റെ കൂടെ സ്വർഗത്തിൽ ചാരത്തണയാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്ന് സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായിട്ട് അധികരിപ്പിക്കുന്ന ആളുകളാണ്. അത് ഈ 10 ദിനങ്ങളിൽ തന്നെയാകുമ്പോഴോ അള്ളാഹിന്റെ അടുക്കൽ മറ്റു സമയത്തേക്കാൾ ഏറ്റവും പുണ്യമാണ്. ഇപ്പൊ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചൊല്ലുന്ന അൽഹംദുലില്ലാഹ്, ഇപ്പൊ ചൊല്ലുന്ന മറ്റ് അധികാറുകൾ, ഇപ്പൊ ചൊല്ലേണ്ട സ്വലാത്തുകൾ അഥവാ റസൂലുള്ളാഹിയുടെ പേരിലുള്ള സ്വലാത്ത്, ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്, അത് ചെല്ലുമ്പോ മറ്റ് സമയത്ത് ചെല്ലുന്നത് പോലെയല്ല. ഒരു സ്വലാത്തിന് 10 കൂലി നാം പഠിപ്പിക്കപ്പെട്ടതാ. ഈ സമയത്ത് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് അയാൾ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ന് വേണ്ട പ്രിയപ്പെട്ടവരെ, ദിക്റുകളും സ്വലാത്തുകളും ഏതുമായി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഒന്നാണ് ഈ സമയത്തെ നന്മകൾ. മറ്റൊന്ന് നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും പോർഷിയാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, ഏത് ഇബാദത്തിന്റെയും കൂലി നാം അവർക്ക് കൊടുക്കും, ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പിലും നാം തന്നെയാ കൂലി കൊടുക്കുക. എന്നാലും പ്രത്യേകിച്ച് പറഞ്ഞു, ഫഇന്ന സൗമ ലീ വഅന ഉജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാനാ കൊടുക്കുന്നത്. മുമ്പും സൂചിപ്പിച്ചതാ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, നമ്മളൊരു സുന്നത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടിയാ എടുത്തത്, ആരെയും ബോധിപ്പിക്കാനല്ല. ആ സുന്നത്ത് നോമ്പിന്റെ കൂലി ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ, ഒരു നോമ്പിന് ഒരൊറ്റ നോമ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ 70 വർഷത്തെ ദൂരം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മാറ്റും. അഥവാ അവൻ നരകത്തിൽ നിന്ന് 70 വർഷം ബാക്കിലേക്ക് പോകുകയാണ്. അത്രയും അകറ്റപ്പെടുകയാണ് ഒരു നോമ്പ് അയാൾ എടുത്തിട്ടുള്ളൂ. അത് ഈ സമയത്താകുമ്പോഴോ റമദാനിലാകുമ്പോഴോ എത്ര കൂലിയാണ്! സാധാരണ ഒരു ദിവസത്തെ നോമ്പിന്റെ കൂലിയാണ് പറഞ്ഞത്. ഈ സമയത്ത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ അതിന്റെ കൂലി കൂടിക്കൊണ്ടിരിക്കുന്നു. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യസൂമു 9 ദിൽഹിജ്ജ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 9 എന്നൊരു വ്യാഖ്യാനം, 9 ദിവസങ്ങളിൽ എന്ന് മറ്റൊരു വ്യാഖ്യാനം. അഥവാ ഈ ഹദീസ് റസൂലുള്ളാഹി ദുൽഹജ്ജ് മാസത്തിലെ 9 ദിവസങ്ങളും നോമ്പെടുക്കുമായിരുന്നു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ചിലർക്ക് അഭിപ്രായപ്പെട്ടു ദുൽഹജ്ജ് 9ന്റെ നോമ്പെടുക്കും എന്നും അഭിപ്രായപ്പെടുന്നു. ഏതായിരുന്നാലും എത്രയും പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പഠിപ്പിച്ചത് കൊണ്ട് നോമ്പടക്കമുള്ള നന്മകൾ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ അധികരിപ്പിക്കാൻ നോക്കണം. ഈ ദിവസങ്ങളിൽ തന്നെയാണ് അറഫ നോമ്പ് വരുന്നത്, അല്ലെ? സിയാമു യൗമ അറഫ, അറഫ നോമ്പ് ആ ദിവസത്തിന്റെ പേരാണ്. ഓരോ നാട്ടിലും എന്നാണോ ദുൽഹജ്ജ് 9, പണ്ഡിതന്മാർ ആ നിലക്ക് പറഞ്ഞു. ദുൽഹജ്ജ് 8 തറുയ എന്ന പേരുണ്ട്, ദുൽഹജ്ജ് 9 അറഫ എന്ന പേരുണ്ട്, അതേപോലെ പെരുന്നാൾ യൗമുൻ നഹർ അദ്ഹിയ എന്ന പേരുണ്ട്. ആ പേരറിയപ്പെടുന്നു. ഓരോ രാജ്യങ്ങളിലും എപ്പോഴാണോ ദുൽഹജ്ജ് 9, ആ ദുൽഹജ്ജ് 9-നാണ് അവർക്ക് അറഫ നോമ്പ്. ആ അറഫ നോമ്പിനെ കുറിച്ചും പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നു, കഴിഞ്ഞ ഒരു കൊല്ലത്തെ തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. ഒരു കൊല്ലത്തെ എല്ലാ തെറ്റും പൊറുക്കപ്പെടുന്നു അറഫ നോമ്പ് കൊണ്ട്. വൽ ബാഖിയ, ഇനി വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ തെറ്റും അല്ലാഹു പൊറുക്കുന്നു. വൻപാപങ്ങളിൽ നിന്ന്, വലിയ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വ്യക്തികളുടെ എല്ലാ ചെറിയ ചെറിയ തെറ്റുകളും ഈ അറഫ നോമ്പ് കൊണ്ട് കഴിഞ്ഞതും വരാനിരിക്കും. അഥവാ 2 കൊല്ലത്തെ പാപക്കറകളാണ്
ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു തആല കഴുകിക്കളയുന്നത്. അത്രയും ശ്രേഷ്ഠമായ നോമ്പും ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ്. ഹാജിമാരൊക്കെ എല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഹാജിമാരല്ലാത്ത എല്ലാവരും ലോകത്ത് നോമ്പെടുക്കുകയാണ് ആ ദുൽഹജ്ജ് 9-ന്. നിങ്ങൾ നോക്കൂ അല്ലേ, ഇത്രത്തോളം ആ ദിവസം, ഈ ദിവസത്തിലാണല്ലോ അറഫ ദിവസം. റസൂൽ പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ അക്തറ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. അല്ലാഹു തആല അറഫ ദിവസത്തേക്കാൾ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറൊരു ദിവസവും ഇല്ല, ഒരു ദിവസവും ഇല്ല. അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ആ ദിവസത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടണം പ്രാർത്ഥനയിൽ. എല്ലാരെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ നരകത്തിൽ ഒരു സെക്കൻഡ് നേരം പോലും പ്രിയപ്പെട്ട നമുക്കത് താങ്ങാൻ കഴിയില്ല. നാറുക്കും സബ്ഈന ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ദുനിയാവിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ, നരകത്തിന്റെ തീയെ 70 ഭാഗമാക്കിയാൽ ആ 70-ൽ 1 മാത്രമാണ് ഈ ലോകത്ത് കത്തുന്ന എല്ലാ തീയും. അതിന്റെ 69 ഭാഗവും പരലോകത്തേക്ക് മാറ്റിവെക്കുക. ഇന്നും നരകം കത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ചൂടിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കഠിനമായ ചൂട്, അത് റസൂൽ പറയുന്നു, നരകത്തിന്റെ 2 തുപ്പലാണ്, 2 ശ്വാസം വിടലാണ്, തണുപ്പിലും ചൂടിലും. കാരണം നരകം പരലോക അള്ളാഹുവോട് നരകം തന്നെ പരാതി പറയും, യാ റബ്ബി അഖല ബഅദി ഹാദാ, ഞാൻ തന്നെ എന്നെ തിന്നാണ്, അഥവാ ചൂട് കൊണ്ട് ഞാൻ തന്നെ എന്നെ തിന്നുകയാണ്. അപ്പൊ അള്ളാഹ് 2 അവസരം കൊടുത്തു, ഒന്ന് തണുപ്പിലും ഒന്ന് ചൂടിലും. ദുനിയാവിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഏറ്റവും കഠിനമായ ചൂട് നരകത്തിന്റെ ഒരു ശ്വാസം മാത്രമാണ്, തണുപ്പിലും ഒന്ന് ചൂടിലും. ആ നരകമാണ് പ്രിയപ്പെട്ടവരെ ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസവും ഈ അറഫ ദിവസം തന്നെയാണ്. അത് ആ ദിവസമാണല്ലോ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു ഇറക്കി കൊടുത്തത്. ഇദാ അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീനാ. ദീനിനെ പൂർത്തിയാക്കി, നിഅമത്തുകളെല്ലാം പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതമാക്കി തന്നു. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ പറയുന്നുണ്ട്, ഉമറേ, ആ ആയത്ത്, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി എന്നുള്ള ഈ ആയത്ത് ഞങ്ങൾക്കെങ്ങാനും അവതരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ജൂതന്മാർ അതിനെ ഒരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. ഉമർ പറയുന്നുണ്ട്, ഞാനിങ്ങനെ കാണുന്നുണ്ട് ഏത് ദിവസമാണ്, ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് ആ ആയത്ത് ഇറങ്ങിയത് എന്ന്. പരിശുദ്ധമായ അറഫയിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് ഇറക്കിക്കൊണ്ട് ദീന് പൂർത്തിയാക്കി എന്നുള്ളത് കരഞ്ഞുകൊണ്ട് അവിടുന്ന് സഹാബിയോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ, ഞാൻ എത്തിച്ചില്ലേ? എല്ലാരും പറഞ്ഞു, റസൂലെ നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹുമ്മ പടച്ചോനെ നീ സാക്ഷിയാണ് എന്ന് പറയും. റസൂലുള്ളാഹിയുടെ ഒരു മരണവിവരം കൂടിയാണ് അത് അറിയിച്ചത് എന്ന് സഹാബികളിൽ മനസ്സിലാക്കിയവരും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, ആ ശ്രേഷ്ഠമായ ദിവസം വരുന്നതും ഈ ദിനങ്ങളിൽ തന്നെയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റു ദിവസം അയ്യാമുൻ നഹർ, അറവിന്റെ ദിവസം, ബലിപെരുന്നാളിന്റെ ദിവസമാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ഇന്നലെയും കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് അല്ലെ. എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഉളുഹിയ്യത്തിൽ നിന്ന് മാറി നിൽക്കും. നമ്മൾ റസൂലുള്ളാഹിയുടെ ചരിത്രം പഠിച്ചവരാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, 3 മാസം ഞങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഹിലാലിനെ നോക്കി, ചന്ദ്രനെ നോക്കിയിരുന്നു. എന്തിനാണെന്നറിയോ? ഈ 3 മാസം ഞങ്ങൾ എണ്ണിക്കണക്കാക്കിയത് ഞങ്ങളെ വീട്ടിൽ കുടിക്കാൻ പച്ചവെള്ളവും കാരക്കയും മാത്രമേ ഉള്ളൂ. അടുപ്പിൽ തീപ്പുകയാത്ത 3 മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആയിഷ, ഒരു എണ്ണ പോലും ഇല്ലേ എന്ന്. എണ്ണയുണ്ടായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ വീടിന്റെ അവസ്ഥയാ. മരിക്കുമ്പോഴും ജൂതന്റെ കയ്യിൽ പടയെങ്കിൽ പണയത്തില. എന്തിനാ? 60 സാഴ് ഗോതമ്പ് കടം വാങ്ങിയതിന്റെ പേരിൽ. ആ റസൂലുള്ളാഹിയുടെ ചരിത്രത്തിൽ അവിടെ ഉളുഹിയ്യത്ത് അറുക്കാത്ത ഒരു വർഷം നമ്മൾ കാണില്ല അല്ലേ. നമ്മൾ ദാരിദ്ര്യം പറയുന്നില്ലേ? ആ റസൂലുള്ളാഹിയുടെ വീട്ടിൽ
കുടിക്കാൻ വെള്ളവും കാരക്കയും വെള്ളവും മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഉളുഹിയത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. നമ്മളോ 500 റിയാൽ കടയുണ്ട്, 1000 റിയാൽ കൊടുക്കാനുണ്ട്. ഞാൻ നമ്മൾ ഉളുഹിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ കാരണം പറയുന്നത്, ഒറ്റക്ക് പറ്റുമെങ്കിൽ, 2 ആൾക്കാണെങ്കിൽ, 3 ആളാണെങ്കിൽ 7-ൽ 1 ഷെയറെങ്കിലും നമ്മൾ എടുക്കാനില്ലേ എന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കുക. നമ്മൾ ഫത്വ കാണും, ഞാൻ കൊടുക്കാനായിട്ടില്ല, ഞാൻ അറക്കാനായിട്ടില്ല, 40 വയസ്സായി, 50 വയസ്സായി, ഇന്ന് വരെ ഒരു ഉളുഹിയത്തിന്റെ ഒരു ഷെയർ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര ലക്ഷത്തിന്റെ വീടെടുത്തു, ഏത് ലക്ഷത്തിന്റെ വാഹനം ഓടിക്കുന്നു, എത്ര എന്തിനൊക്കെ നീ ചെലവഴിക്കുന്നു. മകളുടെ കല്യാണത്തിന്, മോന്റെ പഠനത്തിന്, മോന്റെ കല്യാണത്തിന്, നിന്റെ മറ്റുള്ള കാര്യങ്ങൾക്ക് എത്രായിരം നീ ചെലവഴിക്കുന്നു. ഒരു ഉളുഹിയത്തിൽ ഒരു 10,000-ൽ താഴെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഞെരുക്കാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടൊന്ന് അറുക്കാൻ, നിങ്ങളുടെ അറച്ച് കിട്ടാനല്ല, അതേപോലെ രക്തം കിട്ടാനല്ല, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹിലേക്ക് പോകുന്നില്ല. നിങ്ങളിലെ തഖ്വയാണ്. അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോ, ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ പടച്ചവനോട് നിങ്ങൾക്ക് ഇഷ്ടം വരികയാണ്. പണത്തെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, അള്ളാഹിനെ ഇഷ്ടമുണ്ട്. ആ റബ്ബിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ പടച്ചോൻ തന്ന പണത്തിൽ നിന്ന് ഒരു അല്പമെങ്കിലും എടുത്ത് ആ ഉളുഹിയത്തിലേക്ക് പങ്കാളിയാവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഈ ശ്രേഷ്ഠമായ ഈ 10 ദിനങ്ങളിലെ കർമ്മങ്ങളാണ് എന്ന് നാം തിരിച്ചറിയാം. എന്നിട്ട് വേണം സമീപിക്കാൻ, എന്നിട്ട് വേണം ഇബാദത്തിലേക്ക് ഇറങ്ങാൻ. അത്രയും മഹത്വമാണുള്ളത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഹാജിമാര് ഉണ്ടായിരിക്കണം. മദീനയിൽ പലരുമുണ്ട്, മക്കയിൽ പലരുമുണ്ട്. അതികഠിന ചൂടിലാണ് ഈ വർഷത്തെ ഹജ്ജും നടക്കുന്നത്. പ്രായമുള്ളവരായിരിക്കും നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വരുന്നത്. നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ സംഘത്തിന് വേണ്ടിയാണ്, റഹ്മാന്റെ അതിഥികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനയിലെങ്കിലും അവരുണ്ടാവുക. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് പ്രയാസങ്ങളില്ലാതെ തിരിച്ചെത്താനും അത് അല്ലാഹ് ഖബൂലാക്കാനും അങ്ങനെ സ്വർഗം കിട്ടാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ നിലയിലും ഈ ദിവസങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ വരികയാണ്. ഈദുൽ അദ്ഹിയ എന്നാണ് ആ പെരുന്നാളിന്റെ പേര്. അറബുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന്റെ അന്ന് ഒന്നും ഭക്ഷണം കഴിക്കാതെയാണ് ഈദ് മുസല്ലയിലേക്ക് പോകുന്നത്. ഒന്നും ഭക്ഷണം കഴിക്കില്ല. ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന് കാലൊക്കെ ഒറ്റയാക്കി തിന്നു പോകും. വലിയ പെരുന്നാളിന് വേഗം പോയി നിസ്കാരം നടത്തി പെട്ടെന്ന് തന്നെ ബലിയെടുത്ത് ആ ഉദ്ഹിയത്തിൽ നിന്നാണ് ഭക്ഷിക്കുക. നമ്മുടെ സൗകര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തായിരുന്നാലും ആണും പെണ്ണുമൊക്കെ മുസല്ലയിലേക്ക് പോവുക. റസൂൽ പറഞ്ഞില്ലേ, ഹൈലുള്ള സ്ത്രീകൾ വരെ, ഹൈലുകാരികൾ വരെ മുസല്ലയിലേക്ക് പോകട്ടെ. നിസ്കാര സമയത്ത് അവർ മാറി നിൽക്കട്ടെ, എന്നിട്ട് പ്രാർത്ഥനയിൽ അവരും ഉൾക്കൊള്ളട്ടെ. റസൂലാണ് ചോദിക്കുന്നത്, നബിയെ, പർദ്ദയില്ലാത്ത സ്ത്രീകളുണ്ട്. അവിടുന്ന് പറയുന്നു, അവര് അപ്പുറത്ത് നിന്ന് കടം വാങ്ങിയിട്ടെങ്കിലും മുസല്ലയിലേക്ക് അവരും വരട്ടെ, ഈ പ്രാർത്ഥനകളിൽ അവരും ഉൾപ്പെടട്ടെ. അങ്ങനെ ഈദ് മുസല്ലയിലേക്ക്, ഈദ്ഗാഹുകളിലേക്ക് പോകാൻ പരമാവധി പരിശ്രമിക്കുക. ഇപ്പോഴേ തക്ബീർ എല്ലാം പറഞ്ഞു. അങ്ങാടിയിലൊക്കെ അബൂ ഹുറൈറയും ഇബ്നു ഉമറും ഒക്കെ അവരിങ്ങനെ അങ്ങാടിയിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് പോകുമായിരുന്നു. ഈ 10 ദിനങ്ങളിൽ കേട്ട ആളുകളും ചൊല്ലും. ഉമർ റളിയല്ലാഹു അൻഹു മിനയിലെ ഖുബ്ബയിൽ ഉയർന്നൊരു പ്രദേശത്ത് കയറി തക്ബീർ ചൊല്ലും. അത് കേട്ട ആളുകൾ ചൊല്ലും. മിന പ്രകമ്പനം കൊള്ളുമാർ ആ തക്ബീർ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമായിരുന്നു. അള്ളാഹനെ അങ്ങേയറ്റം പുകഴ്ത്തേണ്ട തക്ബീറും അതേപോലെ തഹ്ലീലും തഹ്മീദും ചെയ്യേണ്ട അവസരങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. പെരുന്നാളിന്റെ തക്ബീർ അറഫാ ദിവസം സുബഹി മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ മഗ്രിബ് വരെ അതിങ്ങനെ തുടരുകയാണ്. അഥവാ പെരുന്നാളിന്റെ തക്ബീർ അപ്പോഴാണ് ആരംഭിക്കുന്നത്. ഇപ്പോഴും തക്ബീറുകളുണ്ട്, നിസ്കാര ശേഷങ്ങളൊക്കെ നമുക്ക് ചെല്ലാം, ഒറ്റക്കൊറ്റക്ക് ചെല്ലും. പെരുന്നാൾ തക്ബീർ അറഫാ ദിവസം സുബഹി മുതൽ അതിങ്ങനെ ആരംഭിക്കും. ദുൽഹജ്ജ് 9 പെരുന്നാളിനതുണ്ട്. പെരുന്നാൾ പിറ്റേന്ന് ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 13 മഗ്രിബിന്റെ സമയം വരെ ഈ തക്ബീർ ഉണ്ടാകും. ആ സമയം വരെ തന്നെയാണ് അറവിന്റെ സമയം, അഥവാ ഉദ്ഹിയത്തിന്റെ സമയം, അത് അറുക്കേണ്ട സമയം. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമുത്ത ശരീഅത്തിന്റെ അവസാന സമയം വരെയാണ് ഒരാൾക്ക് ഉദ്ഹിയത്ത് അറുക്കാനുള്ള സമയം.
തീരുമാനിച്ച ആളുകൾ ഇപ്പോഴേ മുടിയും നഖവും ഒന്നും എടുക്കാതെ അവരതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നിങ്ങൾക്കിപ്പോ നാളെ തോന്നുകയാണ്, മറ്റന്നാൾ തോന്നുകയാണ്. എപ്പോഴാണോ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നത്, ആ ഒരുങ്ങുന്നത് അറക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ മുടിയും നഖവും എടുക്കാതിരിക്കട്ടെ. അതും പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. അങ്ങനെ ഏറ്റവും നന്നായി ഇബാദത്തുകളിൽ മുഴുകാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ ദിവസങ്ങളും ഈ ദിവസങ്ങളിലെ കർമ്മങ്ങളും ഹജ്ജും മക്കയും എല്ലാം ഒരു പ്രവാചകന്റെ ചരിത്രത്തെ ഊന്നി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിമിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സൂറത്ത് മുംതഹിനയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാം പൂർത്തിയാക്കിയ ഇബ്രാഹിം. ഒരുപാട് കലിമത്തുകളെ കൊണ്ട് നാം ഇബ്രാഹിമിനെ പരീക്ഷിച്ചു, എല്ലാം പൂർത്തിയാക്കി. 50-ലധികം പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു, അതെല്ലാം പൂർത്തിയാക്കി, എല്ലാത്തിലും പരിപൂർണമായി വിജയിച്ചു. അതുകൊണ്ട് ഇബ്രാഹിം അല്ലദീ വഫ എന്ന് സൂറത്ത് നജ്മിൽ അല്ലാഹു ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത്. ആ പൂർത്തിയാക്കി ഇബ്രാഹിം അവിടുത്തെ പ്രബോധനത്തിലാണ് ഏറ്റവും വലിയ മാതൃകയുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആരംഭിച്ചത് വീട്ടിൽ നിന്നാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഉപ്പയോട് അത് പറഞ്ഞു. എന്തിനാ? കേൾക്കാത്ത, കാണാത്ത, സംസാരിക്കാത്ത, ഉപദ്രവിക്കാത്ത, ഉപകാരമില്ലാത്ത ഇതിനെ ആരാധിക്കുന്നത്. വീട്ടിൽ നിന്നാണ് ദഅവത്ത് തുടങ്ങിയത്. നമ്മളും വീട്ടിലായി സത്യം പറഞ്ഞു തുടങ്ങേണ്ടത്. നാട്ടുകാരോട് മാത്രമല്ല, വീട് മറന്നു പോകരുത്, കുടുംബം മറന്നു പോകരുത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയോടും അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം, ഇബ്രാഹിമിനെ നീ പിൻപറ്റണം. റസൂൽ അത് പിൻപറ്റി. അവിടുന്ന് ദഅവത്ത് തുടങ്ങിയത് ആദ്യം കുടുംബത്തിൽ നിന്നാണ്. പരസ്യമായി ദഅവത്തിന് ഇറങ്ങുമ്പോൾ എല്ലാ കുടുംബക്കാരെയും ആ സഫാ കുന്നിൽ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇതാ ഞാൻ ഇന്ന് ഈ പലക്ക് പിന്നിൽ നിന്ന് സൈന്യം ആക്രമിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാവരും വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോ തൗഹീദിനെ കുറിച്ച് എല്ലാരെയും വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. കുടുംബത്തിൽ നിന്നാണ് സത്യം പറഞ്ഞു തുടങ്ങേണ്ടത്, നല്ലത് അറിയിക്കേണ്ടത്. നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. എല്ലാവരോടും ഉപദേശിക്കും. ഭാര്യയോടില്ല, മക്കളോടില്ല, പെങ്ങളോടില്ല, അനിയനോടോ ജ്യേഷ്ഠനോടോ ഇല്ല, പറയുന്നില്ല. പറഞ്ഞ ബന്ധം തകരോ എന്നാ പേടി അല്ലെ? വാട്സപ്പിൽ കുടുംബത്തിന് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഒന്നാമത്തെ ഡിമാൻഡ് ദീന് പറയാൻ പാടില്ല, അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല. എല്ലാ സിനിമയും, എല്ലാ ചവറും, എല്ലാ കോമഡിയും ആ ഗ്രൂപ്പുകളിൽ ഉണ്ടാകും. കുടുംബം ഒന്നിച്ച് യാത്ര ഉണ്ടാകും, എല്ലാ തെറ്റുകളും ഉണ്ടാകും. ആ സമയത്തും നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഒന്നിച്ച് നിസ്കരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ എന്താകോ? നമ്മൾ വേറിട്ട് പോകും. നമുക്ക് പേടിയാണ്. ആദ്യം നരകത്തിൽ രക്ഷപ്പെടുത്തേണ്ടത് നാട്ടുകാരെയല്ല, സ്വന്തം കുടുംബത്തെയാണ്. ഇബ്രാഹിമിന്റെ ദഅവത്ത് അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിൽ പാഠമുണ്ട്. രണ്ടാമത്, മക്കയിൽ കഅബത്തിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ പോലും, ഒരു പക്ഷി പോലും പറക്കാത്ത ആ കഅബത്തിന്റെ സമീപത്ത് പടച്ചോനെ, എന്റെ ഭാര്യയെ, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുപോവുകയാണ് എന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. പോകുന്ന നേരത്ത് ഭാര്യ വിളിക്കുന്നുണ്ട്, ഇവിടേക്ക് പോകുന്നു. ഇബ്രാഹിം ഉത്തരം കൊടുത്തില്ല. 3 തവണ വിളിച്ചു, ഉത്തരം കൊടുക്കണില്ല. പിന്നെ ചോദിക്കുന്ന ആ ഭാര്യയുടെ ഈമാനികമായ ഒരു ചോദ്യമുണ്ട്. യാ ഇബ്രാഹിം, ഇബ്രാഹിം, അല്ലാഹ് പറഞ്ഞിട്ടാണോ പോകുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ പോകുന്നത്? ഹദീസിൽ കാണാം. അപ്പോഴാണ് ഇബ്രാഹിം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആംഗ്യം കാണിക്കുന്നു. അതെ, അള്ളാഹ് പറഞ്ഞിട്ടാ പോകുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയ യാത്ര. എവിടെ? ഇന്ന് കാണുന്ന കഅബയില്ല, ചുട്ടു പൊള്ളുന്ന മരുഭൂമിയിൽ, ഒരു മരങ്ങളില്ലാത്ത, ഒരു ചെടി മുളക്കാത്ത, ഒരു വെള്ളമില്ലാത്ത ആ മണലാരണ്യത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് പോകുമ്പോ അള്ളാഹ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ ഹാജർ പറഞ്ഞൊരു മറുപടിയുണ്ട്, എങ്കിൽ പോയിക്കോ, അള്ളാഹു ഞങ്ങളെ പാഴാക്കൂല. അള്ളാഹ് കാണുന്നു, അള്ളാഹ് കേൾക്കുന്നു, അള്ളാഹ് അറിയുന്നു. എന്റെ സങ്കടങ്ങളിലും എന്റെ സന്തോഷങ്ങളിലും എനിക്ക് ലോകത്തൊരു മനുഷ്യരില്ല എങ്കിലും അള്ളാഹുവിന്റെ വാതിൽ കൊട്ടിയടക്കില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. രോഗങ്ങൾ വരുമ്പോ, സാമ്പത്തിക ബാധ്യതകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ തവക്കുൽ നഷ്ടപ്പെട്ടു പോകുന്ന മുവഹ്ഹിദീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പോലുമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ സുജൂദും, അള്ളാഹ്ക്ക് വേണ്ടിയാണോ റുക്കൂഉം, അള്ളാഹിന്റെ മുമ്പിലാണോ തല
കുനിക്കുന്നത് എങ്കിൽ എന്റെ അവസാനത്തെ ശ്വാസം വരെ അള്ളാഹ് എന്നെ കൈവിടില്ല എന്ന ഒരു ബോധ്യം നമ്മൾക്കൊക്കെ ഉണ്ടാകണം. അതാ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജ് പഠിപ്പിക്കുമ്പോഴും 15-ാമത്തെ വചനത്തിലും അള്ളാഹ് പറയുന്നത് മൻ കാന യظن അൻ യൻസുറഹുല്ലാഹ് ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹ് ഒരു സെക്കൻഡ് നേരത്തേക്ക് സഹായിക്കൂല എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ഫൽയംദുദ് ബിസബബിൻ ഇലാ സവാഇ ثم യഖ്തഅ, ആകാശത്തേക്ക് ഒരു കയർ നീട്ടിയിട്ട് തന്റെ കഴുത്തിൽ കുലുക്കിയിട്ട് തൂങ്ങി ചത്തുകൊള്ളട്ടെ, പടച്ചോൻ എന്നെ സഹായിക്കൂല എന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് ചിന്തിക്കുന്ന ഒരാളെ കുറിച്ചാ പറയുന്നത്. ഹാജറിൽ ആ പാഠമുണ്ട്, നിങ്ങൾ പോയിക്കോ, അല്ല ഞങ്ങളെ പാഴാക്കൂല എന്നുള്ളത്. ആ മകനിലോ നിന്നെ അറുക്കണമെന്ന് പറയുമ്പോ ബാപ്പയോട് പറയാ, അള്ളാഹ് അറുക്കാൻ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ എന്നെ അറുത്തോ, സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഇന്ന് മിനയിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട്, ഇന്ന് മിനയിൽ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് ഹാജിമാര് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, മുമ്പ് ഇബ്രാഹിം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. കത്തിയും കയറും ഒരു കയ്യിൽ, മറ്റേ കയ്യിൽ തന്റെ പുന്നോമന പുത്രൻ. എന്നിട്ട് ഖുർആൻ പറയുന്നില്ലേ ആ സൂറത്തു സ്വാഫാത്തിലൂടെ ചരിച്ചു കിടത്തി അറുക്കാൻ സൗകര്യത്തിന് വേണ്ടി. ചിലർക്ക് പറയാറുണ്ട് ആ അറുക്കുന്ന നേരത്ത് മകന്റെ മുഖം കാണുമ്പോ ബാപ്പ ഒന്ന് പതറിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ചരിച്ചു കിടത്തിയതാണ്. അല്ല, അറുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇസ്മാഈലിനെ ചരിച്ചു കിടത്തി കത്തി കഴുത്തിൽ വെക്കുമ്പോഴാ അല്ലാഹ് പറഞ്ഞു, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ, താങ്കൾ ആ സ്വപ്നത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അറുക്കേണ്ടതില്ല. പകരം ഒരു ബലിമൃഗത്തെ അള്ളാഹ് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ സമയത്ത് ഒരു ഉപ്പയിൽ നിന്ന്, ഒരു ഉമ്മയിൽ നിന്ന്, ഒരു മകനിൽ നിന്ന് വിശ്വാസികൾക്കുണ്ടാകുന്ന പാഠം അതാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കൽ അങ്ങനെയാ. ഈ ആഘോഷം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഇബ്രാഹിം നബിയുടെ കഥയോർത്തുകൊണ്ടാണ്. എന്നിട്ടാ എല്ലാ തോന്നിവാസങ്ങളും ബലിപെരുന്നാളിന്റെ പേരിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹത്വമേറിയ ദിനങ്ങളാണ്, മഹത്വമേറിയ ദിവസമാണ് പെരുന്നാളും അറഫയും യൗമുത്തർഹജ്ജും അതിനോട് മുമ്പും ശേഷം അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങളും ഒക്കെ. പെരുന്നാൾ കഴിഞ്ഞാലും ഈദുൽ ഹിജ്ജ മുഴുവനും പവിത്രമായ മാസം തന്നെയാണ്. വരുന്ന മുഹറവും പവിത്രമാണ്. തെറ്റുകളിലേക്ക് പോകാൻ പാടില്ലാത്ത മാസമാണെന്ന് തിരിച്ചറിയുക. നാഥൻ സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.